ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പാണ്. അതിനകത്ത് ഗുൽമർഗ് ഈസ് നോൺ ഫോർ ഇറ്റ്സ് ഗോണ്ടോല റൈഡ്. അത് വേൾഡിലെ തന്നെ സെക്കൻഡ് ലോങ്ങസ്റ്റ് ആൻഡ് ടോളസ്റ്റ് ആണ് നമ്മുടെ ഇന്ത്യയിലുള്ള ഗുൽമർഗിലെ ഗോണ്ടോല റൈഡ്. സോ ഗുൽമർഗിലേക്ക് എത്തിച്ചെല്ലാൻ ഏറ്റവും ഈസിയസ്റ്റ് വേസ് ശ്രീനഗർ എയർപോർട്ട്. അവിടെ നിന്ന് നേരെ ബൈ റോഡ് നമ്മൾ പോവുക. അപ്പോൾ 50 കിലോമീറ്റേഴ്സാണ് ഡിസ്റ്റൻസ്. ട്രെയിനിലാണ് പോകണമെങ്കിൽ ജമ്മു ആണ് നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, പക്ഷെ അത് അറൗണ്ട് 300 കിലോമീറ്റേഴ്സ് അവേ ആണ്. സോ ഞങ്ങൾ ബൈ റോഡ് ശ്രീനഗറിൽ നിന്ന് നേരെ ഗുൽമർഗിലേക്ക് പോകാനുള്ള റൂട്ടാണ് ചൂസ് ചെയ്തത്. അതാണ് മോർ വയബിൾ എന്ന് ഞങ്ങൾക്ക് തോന്നി. ആൻഡ് ദ ജേർണി ഫ്രം ശ്രീനഗർ ടു ഗുൽമർഗ്, എനിക്ക് തോന്നുന്നു ഞാൻ ഈ കാശ്മീർ വ്ളോഗിൽ ഇടയ്ക്കിടയ്ക്ക് പറയുമായിരിക്കും, ഇത് ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് ഇതാണെന്ന്. ശരിക്കും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഞങ്ങൾ പോയത് ഓഗസ്റ്റിലായിരുന്നു. സോ ഇറ്റ് വാസ് സമ്മർ ഇൻ കാശ്മീർ എന്ന് പറഞ്ഞാൽ ചൂടൊന്നും പ്രതീക്ഷിക്കരുത്, ഒട്ടും തന്നെ ചൂടില്ല. നല്ല പ്ലസൻറ്റ് കോൾഡ് ക്ലൈമറ്റാണ് കാശ്മീരിൽ ത്രൂ ഔട്ട്. കാശ്മീരിലെ സമ്മർ എന്ന് പറയുന്നതിനെ ഒരു സമ്മറായിട്ടൊന്നും നമ്മൾ കണക്കാക്കാനേ പറ്റില്ല. ആ വഴി അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. നോക്കിയിരുന്നവും എന്തുകൊണ്ട് സ്വർഗം എന്ന് വിളിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ ഗുൽമർഗിലെത്തി. ഗുൽമർഗ് വാലി ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. ആൻഡ് അവിടെ നിന്ന് ആക്ച്വലി നമുക്ക് ഗോണ്ടോല റൈഡിലേക്ക് പോകാനുള്ള സ്റ്റേഷൻസ് 2 സ്റ്റേഷൻസാണ്. അവിടെ എത്താൻ വേണ്ടി ബൈ റോഡ് നമ്മളൊരു സ്ഥലത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുതിരപ്പുറത്താണ് ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക്, അതായത് ഫസ്റ്റ് സ്റ്റേഷനിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് പിന്നെ ഗോണ്ടോല ചേഞ്ച് ചെയ്ത് സെക്കൻഡ് സ്റ്റേഷനിലേക്ക് പോകാൻ പറ്റും. സോ കുതിരപ്പുറത്ത് കയറുമ്പോഴത്തേക്കും നടുവേദന, കാലുവേദന അങ്ങനെയൊക്കെ പേടിയുണ്ടാവും. എനിക്കും പേടിയുണ്ടായിരുന്നു. കുതിരപ്പുറത്ത് ആദ്യമായിട്ടാണ് കയറുന്നത്. ജസ്റ്റ് ഫോട്ടോ എടുക്കാൻ കയറുന്ന പോലെയല്ല, ഒരു ജേണി ആദ്യമായിട്ടായിരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നു പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടുത്തെ കുതിരകൾക്കും അവിടെ കുതിരകളെ നോക്കുന്ന ആൾക്കാർക്കും ഇതൊന്നും പുത്തരിയല്ല. അവർക്ക് ഇതൊക്കെ നിത്യതൊഴിൽ അഭ്യാസമാണ്. ഇരിക്കുന്ന ആളെ പൊന്നുപോലെ നോക്കി സേഫായിട്ട് അവർ കൊണ്ടുപോകും. സ്ലോ ആണെങ്കിൽ സ്ലോ ആയിട്ട് കൊണ്ടുപോകും. നമ്മൾ കൺട്രോൾ ചെയ്യുന്നതനുസരിച്ച് കുതിര വേണമെങ്കിൽ ഓടിപ്പോവാം. പക്ഷേ എപ്പോഴും ഓരോ കുതിരയ്ക്ക് അല്ലെങ്കിൽ 2 കുതിരയ്ക്ക് ഒരാൾ വെച്ചൊക്കെ കൂടെ ഉണ്ടാവും. പെർഫെക്റ്റ്ലി സേഫായിട്ട് തന്നെ നമുക്ക് എത്താൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഗോണ്ടോളയുടെ ബേസ് സ്റ്റേഷനിലെത്തി. അവിടെയും ഭയങ്കര നല്ല വ്യൂ ആയിരുന്നു. ആക്ച്വലി ഇതാണ് ബേസ് സ്റ്റേഷൻ. ഒരു ഭയങ്കര ലോങ് അല്ലെങ്കിലും അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. വാഷ്റൂം, റെസ്റ്റ് ഏരിയ, അങ്ങനെ ഫീഡിങ് ഏരിയ, അങ്ങനെയുള്ള എല്ലാം ഉണ്ട്. നല്ല വൃത്തിയായിരുന്നു അതൊക്കെ. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിൽ മുകളിലെത്തി. ഇതാണ് ഗോണ്ടോല കേബിൾ കാർ. ഇങ്ങനെ ഇരിക്കും. ഫൈനലി ഞങ്ങളുടെ ഗോണ്ടോല എത്തി. സോ ഞങ്ങൾ കസിൻസ് 5 പേരും കൂടെ ഒന്നിച്ചാണ് ഇതിനകത്ത് കയറിയത്. നല്ലൊരു ജേണി ആയിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാശ്മീരിൻ്റെ ഭംഗി, ആ വാലീസിൻ്റെ ഒക്കെ ഭംഗി കാണണമെങ്കിൽ സമ്മർ ടൈമിൽ തന്നെ പോകണം. ഭയങ്കര സ്നോയി ആയിട്ടുള്ള ടൈമിൽ വേറൊരു ലുക്കാണ്, വേറൊരു ബ്യൂട്ടിയാണ്. ബട്ട് ഈ സീനറിയും ഹരിതാപവും പച്ചപ്പും ഒക്കെ കാണണമെങ്കിൽ സമ്മർ ടൈമിൽ പോകണം കാശ്മീരിൽ. അല്ലെങ്കിൽ ഫുൾ സ്നോ ആയിരിക്കും, ഒന്നും കാണാൻ പറ്റില്ല, ഫുൾ വൈറ്റ് ആയിരിക്കും. സമ്മർ ടൈമിൽ സ്നോ ആൻഡ് ഐസ് കാണാൻ പറ്റുന്ന പോയിൻ്റാണ് 0 പോയിൻറ്റ്. അത് സെക്കൻഡ് സ്റ്റേഷൻ കഴിഞ്ഞെത്തും. അവിടേക്ക് പോകണമെങ്കിൽ നമ്മൾ അവരുടെ തന്നെ സ്നോ ജാക്കറ്റ്, ബൂട്ട്സ് ഇതൊക്കെ ഇടണം, ഇല്ലെങ്കിൽ കാലൊക്കെ വിറങ്ങലിച്ച് പോവും. സോ അവർ തന്നെ തരുന്ന ഡ്രസ്സ് നമ്മൾ ധരിക്കണം. അങ്ങനെ അതൊരു ട്രെക്കിംഗ് പോലെയാണ്. കുറച്ച് സ്റ്റീപ്പായിട്ടുള്ളതും കുറച്ച് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അവർ നമുക്ക് കുത്തി നടക്കാനുള്ളതും ഇടാനുള്ള ഡ്രസ്സും, ജാക്കറ്റ്, ബൂട്ട്സ് ഒക്കെ തരും. സോ അതൊക്കെ ഇട്ട് സൂക്ഷിച്ച് പോയി കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. ഫൈനലി നമ്മൾ 0 പോയിൻറ്റിലെത്തി. നമ്മൾ ഐസൊക്കെ കണ്ടു, മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു.
നമ്മളവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. കാശ്മീർ എന്തുകൊണ്ട് സ്വർഗം എന്ന് പറയുന്നു നമുക്ക് ഇവിടെയൊക്കെ വരുമ്പോൾ മനസ്സിലാവും. നല്ല രസമായിരുന്നു, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ലൈഫിലെ ഏറ്റവും നല്ല എക്സ്പീരിയൻസസിൽ ഒരെണ്ണമായിരുന്നു 0 പോയിൻ്റ്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ച് ഞങ്ങളുടെ ഗോണ്ടോളയിൽ കയറി. ഒരു ഭാഗ്യത്തിന് ചെറിയൊരു ഡ്രിസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു ആ ടൈമിൽ. അത് വേറൊരു തരം ഭംഗിയായിരുന്നു. പോകുമ്പം അങ്ങനെ അധികം മഴയൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് തിരിച്ച് വരുന്ന ടൈമിൽ ആക്ച്വലി ഡ്രിസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റേതായൊരു ഭംഗി, ഭയങ്കര രസമായിരുന്നു. ഇങ്ങനത്തെയൊക്കെ ഒരു സീനിക് ബ്യൂട്ടിയൊക്കെ നമുക്ക് എവിടെ കാണാൻ പറ്റുമല്ലേ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ നാട്ടിലുണ്ട് എല്ലാം. ഈ പുറത്തൊക്കെ പോകുന്നതിന് മുന്നേ ആദ്യം നമ്മുടെ നാട് കാശ്മീർ തുടങ്ങി കന്യാകുമാരി വരെ ഫസ്റ്റ് എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക എല്ലാവരും. എല്ലാ തരത്തിലുള്ള ഭംഗികളും സീനറികളും ഹിസ്റ്റോറിക് പ്ലേസസും എല്ലാം നമ്മുടെ ഇന്ത്യയിലുണ്ട്. സോ ടൈം കിട്ടുമ്പോഴും ഫിനാൻസൊക്കെ ശരിയാവുമ്പോഴും വേറെ നാട്ടിലേക്ക്, വേറെ കൺട്രീസിലേക്ക് ഓടുന്നതിന് മുന്നേ സ്വന്തം രാജ്യം എക്സ്പ്ലോർ ചെയ്യാൻ നോക്കുക. ഞാനത് എപ്പോഴും എല്ലാ വ്ലോഗിലും പറയുന്നതാണ്. ഇതൊക്കെ എവിടെ കാണാൻ പറ്റും? നമുക്ക് മുമ്പിലേക്ക് പോകണ ഗോണ്ടോള നമുക്ക് പിന്നെ കാണാനേ പറ്റില്ല, ഫുൾ മഞ്ഞ. അങ്ങനെ ഞങ്ങൾ ബേസ് സ്റ്റേഷനിൽ തിരിച്ച് എത്തി. ഞങ്ങൾ ട്രാൻസിഷൻ കാണിക്കാൻ ഈ വീഡിയോയിൽ പറ്റിയില്ല, ഫസ്റ്റ് സ്റ്റേഷൻ ടു സെക്കൻഡ് സ്റ്റേഷൻ. ബട്ട് 2 സ്റ്റേഷൻസ് ആയിട്ടാണ്. ടിക്കറ്റ്സ് നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണം, ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യണം. സോ ഇതാണ് ഞങ്ങളുടെ ഗുൽമർഗിലെ സീൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.